യെസ് ഡോക്ടർ ജയരാജ്, സെക്രട്ടേറിയറ്റ് വഴിയും അതുപോലെ പോലീസ് ആസ്ഥാനം വഴിയും മൂക്ക് പൊത്താതെ നടക്കാൻ വയ്യ. ഡോക്ടർ ജയരാജ്, ദുർഗന്ധപൂരിതമാണ് അവസ്ഥ. ഇപ്പോൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് പോലീസ് സേനയ്ക്ക് സൽപ്പേര് വീണ്ടെടുക്കാൻ പറ്റുമെന്നാണോ കരുതുന്നത്? ആ മൂഢസ്വർഗത്തിലാണോ പിണറായിയും പ്രഭൃതികളും ജീവിക്കുന്നത്? ഈ കേരളത്തിന്റെ രൂപീകരണം തൊട്ടുള്ള പോലീസ് സേനയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പോലീസുകാർ ഏത് കക്ഷിയാണോ ഭരിക്കുന്നത് അവരുടെ മർദ്ദനോപകരണങ്ങളായിട്ടാണ് വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുറേ സർക്കാരുകൾ മാറി മാറി വന്നു. ഈ ടൈൻറ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ക്രിമിനൽ നെക്സസ് എന്ന് പറയുന്ന പോലെ പോലീസ് ക്രിമിനൽ നെക്സസും വളരെ സാധാരണമായിരുന്നു കേരളത്തിൽ. പക്ഷെ കഴിഞ്ഞ 7 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 100 കണക്കിന് കുറ്റക്കാരായിട്ടുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു റെക്ടിഫിക്കേഷൻ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ഒരു വിസിൽ ബ്ലോയിങ് ആയിട്ട് PV അൻവറിന്റെ ആരോപണം ഇവിടെ വരുന്നത്. PV അൻവറിന്റെ ആരോപണം മുഴുവൻ മുഖവിലേക്ക് അടയ്ക്കാൻ പറ്റത്തില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഗൗരവമുള്ളതാണ്. എല്ലാ കാര്യങ്ങളെയും നമ്മൾ അതുപോലെ, കാരണം മുമ്പ് PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും തെറ്റാണെന്ന് പല അന്വേഷണങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ PV അൻവർ ഒരു ബിസിനസ്സുകാരനാണ്. PV അൻവറിന് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ PV അൻവർ അത് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. ശരിക്കും പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് പറയാനായി കാണിച്ചിട്ടുള്ള ധൈര്യം ആർജവും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാൽ തന്നെയും ആദ്യമേ എന്താണ് അൻവറിന്റെ ആരോപണം ചെയ്തപ്പോൾ ഉണ്ടായത്? ആദ്യമേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ IPSകാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ഇവരെ സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. അതിനകത്ത് ഈ മെറിറ്റിന്റെ കൂടെയാണ്, ഞാൻ എപ്പോഴും മെറിറ്റിന്റെ കൂടെയാണ്. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ ആരോപണങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നേരത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു, അത് ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണെന്ന് തെളിഞ്ഞു. അതിനുശേഷം എന്താ ഇപ്പോഴത്തെ ADGPയെ കുറിച്ച് വന്ന വീട് വെക്കുന്നതിന്റെ ആരോപണം, അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അത് കള്ള ആരോപണമാണ്. ബുർജ് ഖലീഫ 10 സെന്റിൽ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ ഒരു ആരോപണം. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ, ചിലതൊക്കെ അതെന്താണെന്ന് അന്വേഷണത്തിലൂടെ തെളിയൂ. അതിനുശേഷം 4 IPS ഉദ്യോഗസ്ഥരെ വെച്ചു. അതിനുശേഷം കവടിയാറ് പോലുള്ളൊരു സ്ഥലത്ത് സെന്റിന് എത്രയാണെന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാമല്ലേ? ഈ MR അജിത് കുമാർ ടാറ്റയുടെയോ ബിർളയുടെയോ കുടുംബത്തിൽ ജനിച്ചു വീണ ആളല്ലല്ലോ, ആണോ? അല്ല, ഞാൻ പറയട്ടെ MR അജിത് കുമാറിന്റെ അമ്മായിയപ്പൻ അദ്ദേഹത്തിന്റെ മകൾക്ക്, അതായത് അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് കൊടുത്ത സ്ഥലമാണ് ഈ 10 സെന്റ് സ്ഥലം. അത് 2004 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2004 അവിടുത്തെ അന്ന് MA യൂസഫലി എന്ന് അവിടെ വീട് വെച്ചിട്ടില്ല. 2004 അവിടുത്തെ മോഹവലയൊക്കെ 98 തൊട്ട് തിരുവനന്തപുരത്തുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന കണക്കുകൾ ഊതിപ്പെരിപ്പിച്ച കണക്കുകളൊന്നുമില്ല. പിന്നെ 1.5 കോടിയോളം രൂപ അയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. 2 നിലയിൽ കൂടുതൽ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഹെറിറ്റേജ് സൈറ്റ് ആണ്. യൂസഫലിയുടെ വീടിന്റെ ഇത് കാണിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പെർമിഷൻ അല്ലെങ്കിൽ അധികാരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടായിരിക്കും ഹെറിറ്റേജ് ഏരിയയിൽ വീട് വെക്കാൻ അങ്ങനെയുള്ള എന്തെങ്കിലും സ്വാധീനങ്ങളൊക്കെ ഉണ്ടായി കാണും. അതൊക്കെ പക്ഷെ നമ്മൾ ഈ പെരുപ്പിച്ച് കാണിച്ച കണക്കുകളൊന്നും ശരിയല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഒരു എക്സാഗറേറ്റഡ് ആയിട്ടുള്ള കുറെ കണക്കുകൾ ആണ് പറഞ്ഞത്. ഇതെല്ലാം അയാൾ വാങ്ങി ഇയാൾക്ക് ഇത്രയും സ്വർണം പൊട്ടിക്കലിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ജോർജ് ജോസഫ് സാർ പോലും വിശ്വസിക്കുമെന്ന്. അപ്പം ഇതിനകത്ത് അങ്ങനെയുള്ള അമേസിങ് വെൽത്ത് ഈ മാർഗങ്ങളിലൂടെ, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പുഴുക്കുത്തുകളുണ്ട് ഇതിനകത്ത്. ആ പുഴുക്കുത്തുകളെല്ലാം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആരോപണം ഉണ്ടാവുന്നുണ്ട് ഉടനെ മാറ്റി നിർത്തി അന്വേഷിക്കാൻ, അത് പ്രത്യേകിച്ച് ഒരു സുപ്രധാന ഉദ്യോഗസ്ഥനെതിരെ മാറ്റി നിർത്തിയിട്ട് അന്വേഷണം നടത്താൻ പറ്റില്ല. അന്വേഷണം നടത്തിയതിനു ശേഷം വി കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. അതുകൊണ്ട് സമയമെടുത്ത് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ്, റിപ്പോർട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് എന്ത് നടപടിയാണ് എടുക്കേണ്ടത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുഖ്യമന്ത്രി ഇതുവരെയായും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ലല്ലോ. ഈ ADGPയുടെ തന്നെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അത് ഉന്നയിക്കുന്നത് ഇടത് സഹയാത്രികനായ CPM സഹയാത്രികനായ ഒരു MLA ആണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്വേഷണം റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 1 മാസ കാലയളവിലെങ്കിലും അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൂടെ സാർ? എന്തുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റുന്നില്ല? എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ
അങ്ങനെ എടുത്തു ചാടി ആരോപണങ്ങളുടെ പേരിൽ ഇപ്പോഴുള്ള ഈ നിസ്സഹായാവസ്ഥയുടെ ആധാരം എന്താണ്? ധാർമ്മികത, എന്താണ് അജിത് കുമാറിന് എന്തിനാണ് അയാൾ ഭയക്കുന്നത്? പി ശശി എന്തിനാണ് അയാൾ ഭയക്കുന്നത്? ഇതിനകത്ത് നിസ്സഹായതയൊന്നുമില്ല. ഇതിനകത്തുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് സ്വയം ഒഴിവായി, രഞ്ജിത്ത് മാറി നിന്നു. അതിനുശേഷം ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ ഇന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, രഞ്ജിത്ത് വാസ് ടെസ്റ്റിംഗ് മീ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ആരോപണത്തിന്റെ പേരിൽ അയാൾ രാജിവെച്ച അയാൾ ആരായി? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വരും. ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കെല്ലാം വേണ്ടി എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കാം? എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാം, ആർക്കെതിരെ വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. ഞാൻ താങ്കളുമായിട്ട് ഞാൻ യോജിക്കുന്നു ഡോക്ടർ ജയരാജ്. പക്ഷേ ഡോക്ടർ ജയരാജ്, ഇപ്പോ പ്രാഥമികതല അന്വേഷണ ചുമതല DGPക്കാണ്. അജിത് കുമാറിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പക്ഷേ ആരാണ് സാർ അന്വേഷിക്കുന്നത്? അജിത് കുമാറിന്റെ താഴെയുള്ള IG, DIG, 2 SP മാർ. അവർ സത്യസന്ധമായി അന്വേഷിക്കും, സുതാര്യമായി അന്വേഷിക്കുന്നു താങ്കൾ കരുതുന്നുണ്ടോ ഡോക്ടർ ജയരാജ്? ഈ റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തായിരിക്കുമെന്ന് ഇപ്പൊ തന്നെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു മാസത്തിനുള്ളിൽ ഏത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക എന്ന് നന്നായിട്ട് എല്ലാവർക്കും അറിയാം, അല്ലേ? അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രഹസനമാണ് എന്ന് ആദ്യ ദിവസം തന്നെ പറയുന്നു. മാത്രമല്ല, നേരത്തെ താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, താങ്കൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു, അതായത് ഈ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കണ്ടേ? ഇവർ ഈ അന്വേഷണം ഇപ്പം തന്നെ എത്ര ദിവസമായി? അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ട് എത്ര ദിവസമായി? അൻവറിനെ വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തോ? അവിടെയല്ലേ അന്വേഷണം തുടങ്ങേണ്ടത്? എന്തുകൊണ്ട് കാലതാമസം? ഇപ്പൊ അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അൻവർ ഇന്ന് വാർത്താ സമ്മേളനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മൊഴി എടുക്കുമായിരിക്കാം. തീർച്ചയായിട്ടും എടുക്കുമായിരിക്കാം എന്നല്ല, എടുക്കും. തീർച്ചയായിട്ടും മൊഴി എടുക്കാതെ അന്വേഷണം നടത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കാലതാമസം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ ഒരു കേസല്ലേ ആയുള്ളൂ. 3 ദിവസത്തിനകത്ത് വെച്ച് ഒരു ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ വന്നു, മറ്റൊന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ റിപ്പോർട്ട് എങ്ങനെ വരും എന്ന് ഗണിച്ച് പറയാൻ എനിക്ക് പാഴൂർ പഠിപ്പുരയിലൊന്നുമല്ല ഞാൻ ഇരിക്കുന്നത്. ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അല്ലാതെ എനിക്ക് അവിടെ നിർത്തി പറയാനൊന്നും പറ്റില്ല. പിന്നെ ഇയാളെ സേവ് ചെയ്യുന്ന റിപ്പോർട്ടായിരിക്കും വരുന്നത്. സാമാന്യ ബോധം എന്ന് പറയുന്നത് പ്രജുഡിസ്ഡ് ആവരുത്. സാമാന്യ കോമൺ സെൻസ് ലോജിക് വെച്ചിട്ട് എല്ലാത്തിനും അളക്കാൻ പറ്റില്ല അനിൽ സാറേ. കോമൺ സെൻസ് ലോജിക് വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല ഫൈൻഡിങ്സും തെറ്റാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ കോമൺ സെൻസിൽ തോന്നുന്ന കാര്യങ്ങൾ അവരെന്തിനാ തെളിവുകളുടെ ഒക്കെ പുറകിന് പോകുന്നത്? അവരെന്തിനാ ശാസ്ത്രീയമായ അന്വേഷണ മുറകൾ അന്വേഷിക്കുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ റിസർച്ച് ഫൈൻഡിങ്ങും കോമൺ സെൻസ് ലോജിക്കും ഡിഫറെന്റ് ആണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. റിസർച്ച് ഫൈൻഡിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കോമൺ സെൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ്. കോമൺ സെൻസ് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഇത്തരം അന്വേഷണങ്ങളെ കാണാൻ പറ്റില്ല.